നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സതീശൻ പറഞ്ഞ ബോംബ് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് ബോംബാവുമോ അതോ ഒരു നനഞ്ഞ പടക്കമായി ചീറ്റി പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. ഏതായാലും ഇന്ന് വീണ്ടും ഒരു പീഡന ആരോപണമാണ് വന്നിട്ടുള്ളത്. വി ഡി സതീശൻ പറഞ്ഞതുപോലെ അത് രാജീവ് ചന്ദ്രശേഖരനാണ് ഒരു പരാതി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നു, ഇന്നൊരു പരാതി അദ്ദേഹത്തിന് ചെല്ലുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ ഒരു പീഡന ആരോപണ പരാതി ഇപ്പോൾ അത് ചർച്ചയാക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും ഒരാളാണ് ഇപ്പോൾ പുതിയതായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. VD സതീശൻ്റെ ഒരു ബോംബ് ഇതാവാൻ സാധ്യതയില്ല. കാരണം ഇത് അത്രത്തോളം വലിയ രീതിയിൽ പൊട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് 2014 കാലഘട്ടത്തിലുണ്ടായ ഒരു പരാതി തന്നെയായിരുന്നു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി എന്ന് C കൃഷ്ണകുമാർ ആരോപിക്കുമ്പോഴും അതിലും ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോഴും ആ ചർച്ചയിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കാലാവധി എന്നുള്ളത്. കാരണം 3-4 വർഷം ഒരു റിലേഷൻ കൊണ്ടുപോയിട്ട്, അത് സൗഹൃദമായാലും മറ്റെന്തെങ്കിലും പ്രണയമാണെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞിട്ട് ആ വ്യക്തിക്കെതിരെ ഉള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിനോട് ആ കാലാവധിയാണ് നമുക്ക് പ്രധാനമായും ഇതും ഒരുപക്ഷെ C കൃഷ്ണകുമാറിനെതിരെയുള്ള ആ കാലാവധി അത് വലിയ നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച ഒരു പരാതിയാണ്. അന്ന് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമങ്ങളെല്ലാം അത് ആരാണ് എന്നുള്ളത് പുറത്തു വന്നു. ഭാര്യയുടെ സഹോദരിയാണ് ഇത്തരത്തിലുള്ളൊരു പരാതി ഉന്നയിക്കാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായി പാലക്കാട് പ്രതികരിച്ചത് C കൃഷ്ണകുമാരായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി സ്വന്തമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക, അങ്ങനെ പ്രതികരിക്കാൻ അർഹതയുണ്ടോ എന്ന് നോക്കുക എന്നുകൂടി ആ പരാതിയിലുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ശരിയായിരിക്കും. കാരണം നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ കൈകൾ ശുദ്ധമാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ പല നേതാക്കന്മാരും അത് ഇനി ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. കാരണം VD സതീശൻ്റെ ബോംബ് ഇനി വരാനുണ്ട്. അതുകൊണ്ട് അത് പലരും പ്രതികരിക്കുമ്പോൾ ഒരു മിനിമം ബാലൻസ് ഇട്ട് പ്രതികരിച്ചാൽ ഇതുപോലെ കുരുക്കിലാവില്ല. ഏതായാലും C കൃഷ്ണകുമാറിൻ്റെ അന്നത്തെ കേസ് എന്ന് പറയുന്നത് ഭാര്യ സഹോദരി ഈ പറഞ്ഞതുപോലെ മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയുമായി കല്യാണം കഴിക്കുകയും പക്ഷേ അത് പിന്നീട് ശരിയാവാതെ തിരിച്ചു ഭവനത്തിലേക്ക് വരികയും ഇവരുടെ പരിചരണത്തിൽ കഴിയുകയും പിന്നെ ഈ പ്രസവം ഉൾപ്പെടെയുള്ളത് C കൃഷ്ണകുമാറിൻ്റെ ഇതിലാണ് നടക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇതിനിടയിലാണ് അച്ഛൻ കിടപ്പിലാവുക. അച്ഛൻ C കൃഷ്ണകുമാർ പറയുന്നത് ഈ പറഞ്ഞ രാത്രിയിൽ സ്വത്ത് വേണമെന്ന് പറഞ്ഞു വരിക, അച്ഛനെ ഉപദ്രവിക്കുക, അങ്ങനെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹളത്തിനിടയിൽ ഈ പറഞ്ഞ സഹോദരിക്ക് പറഞ്ഞ ചെറിയ ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് പോകുന്നത്. പക്ഷെ അന്ന് ലൈംഗിക ആരോപണവും കൂടെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണത്തിന് കോടതി വിട്ടപ്പോൾ പോലീസ് ഒരു പക്ഷേ അത് നമുക്കറിയില്ല, ലൈംഗിക ആരോപണം എടുത്തു മാറ്റിയിട്ട് മറ്റേത് സ്വത്ത് തർക്കവും ഈ പറഞ്ഞുള്ള ശാരീരിക പീഡനവും മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. അതുകൊണ്ട് ജഡ്ജ്മെൻറ്റിനും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ വന്നുള്ളൂ. അതിൽ ശാരീരിക പീഡനം പോലും ഇല്ല. സ്വത്ത് തർക്കത്തിൻ്റെ സിവിൽ കേസിൻ്റെ മാത്രം പകർപ്പാണ് C കൃഷ്ണകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പം ഈ കേസ് വലിയ രീതിയിലില്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇനി പരാതിക്കാരി ഇര മുന്നിട്ടിറങ്ങി വന്നു നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നമുക്കിന്നും അറിയില്ല, അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇത്രത്തോളം ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു തരത്തിലായിരുന്നു. അന്ന് ഒരു പക്ഷേ സന്ദീപ് വാര്യരൊക്കെയാണ് ഇതിനിടയിൽ നിന്നത്. സുരേഷ് ഗോപി അന്ന് പണം വരെ കൊടുത്തു സഹായിച്ചു ആ പെൺകുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് എന്തായാലും അതിന് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവണം, ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെടണം, അത്രമാത്രം ശാരീരിക പീഡനം നേടിയിട്ടുണ്ടല്ലോ. അപ്പം ഒരു പക്ഷേ ലൈംഗിക പീഡനം അത് അതിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അന്നത്തെ കാലത്ത് ഭയങ്കര ചർച്ചയൊക്കെ ആയിരുന്നു. എന്ത് തന്നെയാലും ഇനി ഇരയാണ് മുന്നിട്ടിറങ്ങി വരുന്നത് പറയേണ്ടത്, അത് എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത്. പക്ഷേ എന്നാലും കാലാവധി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതെങ്ങനെ തേച്ചു മാച്ച് കളഞ്ഞു, ഇനി ഇതിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ വല്ലതും കൃഷ്ണകുമാർ നടത്തിയിട്ടുണ്ടോ, അന്ന് കൊടുത്തതിന് ശേഷവും ഈ അടുത്ത കാലത്തെങ്ങാണ് അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ, ഇനി ഈ സന്ദർഭങ്ങളിലെങ്ങാണ് നടന്നിട്ടുണ്ടോ, ഇന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഇനി ആ ഇര മുന്നിലേക്ക് വന്നെങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള
തെളിവുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിനപ്പുറം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആയാലും കൃഷ്ണകുമാറിൻ്റെ ആയാലും ഈ പരാതികളുടെ കാലാവധി ഒരുപാട് നീണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ഒരു പരാതിപ്പെടുമ്പോൾ അതിനൊരു ഒരു ഒരു കാലാവധി വേണം. കാരണം ഇത് രാഹുലിൻ്റെ നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസാണ്. അത് ഈ പറഞ്ഞോണം പലരും സൗഹൃദം സ്ഥാപിക്കും, സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോയി ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അതിൽ വിള്ളലുകളുണ്ടായി. പിന്നെ ചിലവരെ ഈ പറഞ്ഞതുപോലെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുകയും പക്ഷെ അതിനുശേഷം ഈ ഇരകൾ എന്ത് ചെയ്തു, പിന്നീട് അറിയുകയും ചെയ്തു, ഇത് സ്ഥിരം സ്വഭാവമാണെന്ന് അറിയുകയും ചെയ്തു. അങ്ങനെ രാഹുലിനെതിരെ തിരിഞ്ഞു. അതിൽ പിന്നെയും കുറച്ചെങ്കിലും കഴിവുണ്ട്, പക്ഷെ ഇതിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അറിയില്ല. എന്ത് തന്നെയാലും ഇനി പരാതിക്കാരിയുടെ ഇതനുസരിച്ച് ഇത് സന്ദീപ് വാര്യർ പൊട്ടിച്ച ചെറിയൊരു ബോംബ് മാത്രമാണ്. അപ്പം ഇതിൽ ഒരു ആശയവും കൂടിയുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പ്രതികരിച്ച സി കൃഷ്ണകുമാറാണ്. അപ്പോൾ കൃഷ്ണകുമാർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, തനിക്കും ഇത്തരത്തിലുള്ള പരാതികളുണ്ട്, താനും ഇത്തരത്തിൽ അനുഭവിച്ച് ഒരു കാലത്ത് ആരോപണ വിധേയനായി തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ പ്രതികരിക്കുമ്പോൾ സൂക്ഷ്യം കണ്ടും പ്രതികരിക്കണമെന്നുള്ളത് വിത്തുകളെയൊക്കെ ഇറക്കി മറ്റേ എന്തായിരുന്നു ബഹളം, അതാണ് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞ ആ വിത്തുകളെ BJPയുടെ ഓഫീസിൽ തന്നെ കെട്ടിവെച്ചോ, ആവശ്യം വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുവിടും, ഞങ്ങളത് അങ്ങോട്ടേക്ക് തരാം എന്നുള്ള രീതി ഇന്നലെ വി ഡി സതീശൻ അതിനിടയ്ക്കൂടെ പ്രതികരിച്ചത്. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല വി ഡി സതീശൻ്റെ ബോംബ്. ഒരു പക്ഷെ അത് ഈ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ നനഞ്ഞ പടക്കമാണെന്നുണ്ടെങ്കിൽ പണിപാളി. വി ഡി സതീശൻ പൊട്ടിക്കാൻ ഒരുങ്ങുന്ന ബോംബ് ഇതല്ല, പക്ഷെ അത് വരാനിരിക്കുന്ന ഏതോ ഒരു മന്ത്രി തലത്തിലെ ഒരു മന്ത്രിയെ തന്നെ CPMന്റെ മന്ത്രിയെ തന്നെ ചുറ്റിപ്പിക്കുന്ന എന്തോ ഒരു വലിയ ബോംബ്. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ആരാണെന്നും പറയാനും പറ്റില്ല. അതെ, ബോംബാകാം എന്നൊക്കെയാണ് ചില വൃത്തങ്ങളൊക്കെ പറയുന്നത്. എന്ത് തന്നെയാലും ഇപ്പോൾ CPMഉം BJP നേതാക്കൾ നെട്ടോട്ടമോടുകയാണ്. കാരണം ഈ പറയുന്നതുകൊണ്ട് ആരും നല്ലതൊന്നുമല്ല, എല്ലാവർക്കും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പം ഇവരിപ്പോൾ ഇതാര്, എന്നെയാണോ നിന്നെയാണോ അവനെയാണോ ഇത് ഓർത്ത് നെട്ടോട്ടം ഓടുകയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ സ്പൈ വർക്കുകൾ നടത്തുന്നുണ്ട്. കാരണം വി ഡി സതീശന് എന്താണ് ലഭിച്ചത്, എന്താണ് ഇങ്ങനെ എന്താ പറഞ്ഞ് ആരെക്കുറിച്ചാണ് എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത സ്വാഭാവികമായിട്ടും നേതാക്കൾ കാണിക്കുന്നു. എം വി ഗോവിന്ദൻ പുറമേ നിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, എന്താണെന്ന് വെച്ച് കാണിച്ചോട്ടെ, അങ്ങ് പുറത്ത് വിടട്ടെ എന്നുള്ള രീതി. പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആരെയാണ് നോട്ടമിട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അതെന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് അറിയാൻ പറ്റും. പക്ഷേ ഏതൊരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ തന്നെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ് ചില വൃത്തങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല ഒന്നാന്തരം ബോംബാണ്, അതുകൊണ്ട് കളിക്കണ്ട എന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇതിലിപ്പോ രാജീവ് ചന്ദ്രശേഖരനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു ഇതിന് മറുപടി ഇതുവരെയായിട്ട് ആരും പറഞ്ഞില്ല. മറുപടി കൊടുത്തു. കാരണം BJPയുടെ ഓഫീസിൽ നിന്ന് തന്നെ അതിന്റെ മറുപടി കൊടുത്തിട്ട് വേണം. ഇത് കിട്ടി എന്നുള്ളത് മറുപടി കൊടുത്തു. മറുപടിയല്ല, ഈ നിങ്ങളുടെ പരാതി ലഭിച്ചു എന്നുള്ള മറുപടി കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് നേരത്തെ ഒതുക്കിയതാണ്. അപ്പൊ ഇത്തരത്തിൽ ഇത് ഒരു കുടുംബ പ്രശ്നമായിട്ട് ഒതുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മറ്റു രീതിയിൽ നിന്നൊക്കെ വരുന്നത്. എന്ത് തന്നെയായാലും അത് ഇനി ഇര പറയണം ഇതിൽ എന്തുമാത്രം വാസ്തവമുണ്ട് എന്താണെന്നുള്ള. എന്ത് തന്നെയായാലും രാഹുലും ഇപ്പൊ കൃഷ്ണകുമാറും എല്ലാം ഇവരുടെ മുൻകാല പ്രശ്നങ്ങളുടെ ഏടാകൂടങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു ന്യൂസ് വായിക്കുന്നതിനിടയിൽ കണ്ടതാണ്, ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഓരോ ഏരിയയിൽ ഓരോ സൈബർ പോരാളികളെ നിയമിക്കാൻ ഒരുങ്ങാണത്ര എല്ലാ പാർട്ടിക്കാരും. കാരണം ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ ഈ സൈബർ സെല്ല് അല്ലെങ്കിൽ ഈ സൈബർ ഇതുവഴിയുള്ള ആക്രമണങ്ങളും അല്ലെങ്കിൽ അതുവഴിയുള്ള ട്രോളുകളൊക്കെയാണ് വേഗത്തിൽ ആളുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ തന്നെ ഓരോ സൈബർ പോരാളികളെ നിയമിക്കാൻ പോവുകയാണെന്ന് CPMന്റെ നേരത്തെ നമ്മളത് കേട്ട് കഴിഞ്ഞു. അവർക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഡിജിറ്റൽ മീഡിയ തന്നെ അറിയും. മുഖ്യമന്ത്രിക്ക് തന്നെ പ്രത്യേകം സൈബർ പോരാളികളുണ്ട്. അത് എനിക്ക് തോന്നുന്നു എഡിറ്റേഴ്സിനും ഒക്കെ ഉള്ള സാലറി തന്നെ ഹൈ സാലറി 80,000 രൂപയൊക്കെ ഒരു മാസം. നമുക്ക് എത്ര സാലറി എന്നുള്ള അറിയാലോ. അപ്പം 80,000 രൂപയൊക്കെയാണ് ഒരു സാറ്റലൈറ്റ് ചാനലിന് ജോലി ചെയ്യുന്ന തുല്യമായിട്ടുള്ള സാലറി ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇത് സൈബർ ലോകത്ത് ഇവർക്ക് എങ്ങനെ പോരാടാം എന്നുള്ളൊരു രീതിയിലാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി. പക്ഷേ നമ്മൾ അതിനൊക്കെ അപ്പുറം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് ഐസ്ക്രീം പാർലർ കേസും അല്ലെങ്കിൽ സോളാർ കേസും ഒക്കെ വലിയ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ
പക്ഷെ അതിനേക്കാളേറെ വലിയ വിവാദമായതും ചർച്ച ചെയ്തതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസാണ്. പക്ഷെ ഇത് ഇത്രത്തോളം ചർച്ചയാക്കിയത് തന്നെ മാധ്യമങ്ങളാണ്. അവർക്ക് ഈ റീച്ച് കിട്ടാനും ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം അവർ ഇത് ചെയ്ത്. പക്ഷെ ഇപ്പം എന്തുകൊണ്ടാണ് അത് തിരിച്ചിലേക്ക് പിന്നിലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? രാഹുലിൻ്റെ കേസ് ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് തണുത്ത് ഇനിയിപ്പോൾ ഒരു 3 ദിവസം കൂടി ഇത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പോകും. അത് ഇപ്പോൾ ആ ഒരു VD സതീശൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് അതിന് കാരണമെന്ന് ഞാൻ പറയും. അത് തിരിച്ച് നിങ്ങൾക്ക് പണി വീഴുമെന്ന് പറഞ്ഞപ്പോൾ പലരും ഒതുങ്ങി. കാരണം അവരുടെ ഭാഗവും ശരിയല്ല. ഈ പറയുന്ന കേമന്മാരുടെ ഭാഗമൊന്നും, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന കേമന്മാരുടെ ഭാഗമൊന്നും ശരിയല്ല. രാഹുൽ പണ്ടെന്താണ് പറഞ്ഞത്? രാഹുലിൻ്റെ ഒരു കോളേജിലെ ഒരു മാഗസിൻ പതിപ്പിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പ്രണയത്തിന് വേണ്ടിയിട്ടൊക്കെ വാക്ചാതുര്യോടെ എഴുതിയ രാഹുലിൻ്റെ ഇതിപ്പം ട്രോളുകൾ ഏറ്റെടുക്കുക. അപ്പം അന്ന് രാഹുൽ എന്താണ് പറഞ്ഞത്? സ്ത്രീകളെ എത്ര ബഹുമാനിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ പറഞ്ഞ രാഹുലിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ നേതാക്കളും ഈ പറയുന്നോണം പുറത്ത് നല്ല ഇതായിരിക്കും. എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, ചില നേതാക്കന്മാർ. പക്ഷെ അങ്ങനെ അല്ലാത്തവർ പ്രതികരിക്കട്ടെ, അങ്ങനെ ഉള്ളവർ പ്രതികരിച്ചാൽ ഒരു പക്ഷേ പണി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് VD സതീശൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഒന്ന് ഒതുങ്ങിയത്. കോൺഗ്രസിന് നേരെയുള്ള ഈ ഒരു പോരാട്ടം ഒന്ന് ഒതുങ്ങിയത്. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരുപാട് നിരവധി വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്, നാട്ടിലുണ്ട് അല്ലേ? എന്തല്ല ഇപ്പോൾ ഓണക്കിറ്റ്, ഓണത്തിന് കടം വാങ്ങിക്കുക, 3000 കോടി രൂപയുടെ കടം വാങ്ങി നമ്മൾ മെനങ്ങാന്ന് ചർച്ച ചെയ്തതാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ പെൺവിഷയത്തിലാണ് പലർക്കും പിടിമുറുക്കിയിരിക്കുന്നത്. പെൺവിഷയമാണ് കുറച്ചുകൂടി എടുത്തിട്ട് അലക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ഇത് ചെയ്യാൻ. അത് എന്തുകൊണ്ടോ മലയാളികൾക്ക് അത് കുറച്ചുകൂടി താല്പര്യമുള്ളതുകൊണ്ട് അവർ ഇരുന്ന് കാണും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇത്രയും നാൾ സർക്കാർ എന്ത് ചെയ്തു, എന്തൊക്കെയാണ് അവർക്ക് പോരായ്മകൾ ഉണ്ടായത്, എന്തൊക്കെ ഇനി നികത്തണം, ഇനി ആര് വന്നാൽ ഇതൊക്കെ പരിഹരിക്കും, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടതെന്ന് ഈ പെൺവിഷയം മാറ്റി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നാൽ ഒരു പക്ഷേ ജനങ്ങൾക്കത് കുറച്ചുകൂടി ഗുണമായിരിക്കും. ഭരണപക്ഷത്തിരിക്കുന്നവരും ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, പ്രതിപക്ഷം പറയുന്നു നിങ്ങളത് ചെയ്തില്ല, നിങ്ങളുടെ പ്രകടന പത്രികയിലെ ഇന്ന സംഗതി എവിടെ, അതെന്ത് ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഒരു പെൺവിഷയം കൊണ്ട് നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അത് പരസ്പരം പോരാടി പരസ്പരം കുത്തി പഴിചാരുകയാണ് ചെയ്യുന്നത്, പരസ്പരം നാറുകയാണ് ചെയ്യുന്നത്. ഇത് മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഇത് വന്നു, അതൊരു പക്ഷേ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇത് വന്നത്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ജയിക്കുക എങ്ങനെയുള്ളത് കോൺഗ്രസ് ഇനിയെങ്കിലും നോക്കിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പതനം അന്തിമമായിരിക്കും. കാരണം BJP കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അത് ഒരു പക്ഷേ 2030 ഒരു പക്ഷേ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്കെങ്കിലും BJP വരും. കോൺഗ്രസ് പിന്നെ നിഷ്പക്ഷമായി ഒരു പക്ഷേ ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് ഇടം കൊടുക്കാതെ നിലവിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ 3-4 ചേരി തിരിയാതെ ഒത്തൊരുമയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. ഇതിപ്പം ഈ പെൺവിഷയങ്ങൾ വരുമ്പോൾ വേറൊരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. ഈ പെൺവിഷയങ്ങൾ വരുമ്പോൾ ഇതിപ്പം അവരുടെയൊക്കെ ഇഷ്ടപ്രകാരമൊക്കെ നടന്നിട്ടുള്ള അല്ലാത്തതാണ്. ഇപ്പം കൃഷ്ണകുമാറിനെ പോലുള്ള പരാതികൾ ഇഷ്ടപ്രകാരമല്ല എന്നുള്ള തരത്തിലാണ്. അത് നമുക്ക് പിന്നെയും ചർച്ച ചെയ്യും. പക്ഷേ രാഹുലിൻ്റെ ഇഷ്ടപ്രകാരം നടന്നിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകളാണ് പിന്നീട് പ്രശ്നമായിട്ട് വന്നത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ രാഹുലിനെ നമുക്ക് തെറ്റി പറയാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പെൺകുട്ടികൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ പ്രണയിക്കുന്നു എന്ന് നടിച്ചുകൊണ്ട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് തെറ്റിയാണ്. ഈ പെൺകുട്ടികൾ രംഗത്ത് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരാൾ ഇനി സമൂഹത്തിലുണ്ട്. അത് ഏത് ഉന്നതിയിലാണ്, അത് വരാത്തിടത്തോളം കാലം രാഹുൽ പ്രശ്നവുമില്ല. കാരണം അത് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്കും പ്രശ്നമാണ്. അപ്പോൾ ഒരാളെ മാത്രം എന്തിനാണ് അങ്ങനെ ഇതാക്കേണ്ട കാര്യം? അപ്പം നിങ്ങൾ പുറത്തേക്ക് വരിക, വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ട് അല്ലേ? അപ്പോൾ അത് വരാതെ ഇരുന്ന് അവിടെ ഇവിടെ ഇരുന്ന് കുറച്ച് ചാറ്റും കുറച്ച് വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും പുറത്ത് വിട്ടിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ആ ഇടയിലുള്ള പ്രശ്നം നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുക. അതല്ല പരസ്പരം പറയാൻ പറ്റാത്തതാണ് നിങ്ങൾ നിയമപരമായിട്ട് പോവുക. അല്ലാതെ ഒരാളെ തേജോവധം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഇവിടെ പീഡനമല്ല, പരസ്പരം ഇഷ്ടപ്രകാരം. പക്ഷെ തെറ്റ് ചെയ്തത് പല പെൺകുട്ടികൾക്കും വാഗ്ദാനം നൽകി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. രാഹുൽ പ്രതികരിക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ ഈ ഇരകൾ പ്രതികരിക്കാത്തടത്തോളം കാലം നമുക്കിതിനെ പറ്റി അറിയാം. നമ്മളുടെ ഊഹാപോഹങ്ങളാണ്. അത് തെറ്റ് തന്നെയാണ്. മനസാക്ഷിയുടെ കോടതിയിൽ ഒരുപക്ഷെ രാഹുൽ അത് എന്നാണെങ്കിലും അത് ഏറ്റുപറയേണ്ടി വരും. എന്തായാലും രാഹുൽ വിഷയം അവിടെ നിൽക്കട്ടെ. കൃഷ്ണകുമാറിൻ്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയമാണ്. ഇനി ഇത് ചർച്ച ചെയ്യുന്നതിനോട് എന്താണ് ലാഭമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ
ഇത് ഒരു പക്ഷേ VD സതീശൻ കോൺഗ്രസ് കൊടുക്കുന്ന ഒരു സ്ട്രൈക്ക് തന്നെയാണ്. കാരണം ഇത് സൂക്ഷിക്കുക, നിങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കോഴികളുണ്ട്, അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണ്ട എന്നുള്ള ആ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നൊരു പക്ഷേ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഒപ്പം തന്നെ ഇനി എത്രയൊക്കെ വിഷയങ്ങൾ വരുന്നെന്നുള്ളത് അറിയില്ല. എന്തായാലും VD സതീശൻ്റെ കയ്യിരിക്കുന്ന പെൺവിഷയമാണോ മറ്റെന്തെങ്കിലും ഒരു പക്ഷേ പാർട്ടിയെ ഭരണപക്ഷത്തെ പിടിച്ചു കുലുക്കുന്ന എന്തോ വലിയ വിഷയമാണ് എന്നുള്ളതാണ് വരുന്ന സൂചനകൾ.